ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ ജെകി. മക്കളെ, നമ്മുടെ സൗണ്ട് വേവ് ഒന്നാമത്തെ ചാപ്റ്റർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിഡിലോസ്കി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സൗണ്ട് വേവ്, ശബ്ദ തരംഗങ്ങൾ എന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ ആദ്യത്തെ ഒരു പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്തു? 4 ഇക്വേഷനും അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലങ്ങൾ നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസണൻസും പ്രണോദിത കമ്പനവും അനുനാദവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ഈ മൂന്നാമത്തെ പാർട്ടിൽ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ എല്ലാവരും ആവാഹിച്ചെടുക്കുന്നു. നോക്കിക്കോളൂ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തരംഗ ചലനം, വേവ് മോഷൻ എന്നുള്ളൊരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വേവ് മോഷൻ, തരംഗ ചലനം എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത്, ഇതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള മെക്കാനിക്കൽ വേവ്സ്, യാന്ത്രിക തരംഗം. മെക്കാനിക്കൽ വേവ്സ് എന്ന് കേൾക്കുമ്പോൾ ഇനി പേടിക്കരുത്. എന്താണ്? ഒരു വേവിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യം, ഒരു മാധ്യമം ആവശ്യമാണെങ്കിൽ അതിനെ നമ്മൾ മെക്കാനിക്കൽ വേവ്സ്, യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയുക. അത് രണ്ടെണ്ണാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള. ഒന്ന് ട്രാൻസ്വേഴ്സ് വേവ്, അനുപ്രസ്ഥ തരംഗം. മറ്റൊന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, അനുദൈർഘ്യ തരംഗം. അപ്പൊ ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചോളൂ, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ മെക്കാനിക്കൽ വേവ്സ്, 2 ടൈപ്പ് വേവ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനെ ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയാൻ നിൽക്കുന്നത് നമുക്ക് പ്രോബ്ലം ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ മിനിമം ഇത്രയും പഠിക്കുക. ഇങ്ങനത്തെ ഒരു ചിത്രം കണ്ടാൽ അതൊരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്, അനുദൈർഘ്യമാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. അടുത്ത ഇങ്ങനത്തെ ഒരു വേവ് കണ്ടാൽ അതൊരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്, അത് അനുപ്രസ്ഥ തരംഗമാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. ഇനി ഇവിടെ സിയും ആറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സി എന്ന് പറഞ്ഞാൽ കംപ്രഷൻ, മർദ്ദം കൂടിയ ഭാഗം. ആർ എന്ന് പറഞ്ഞാൽ റെയർഫാക്ഷൻ, മർദ്ദം കുറഞ്ഞ ഭാഗം. ഓർത്തു വയ്ക്കാം. അതേപോലെ ഈ വേവിൽ ഉയർന്നിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ക്രസ്റ്റ്, ശൃംഗം എന്ന് പറയും. താഴ്ന്നിരിക്കുന്ന ഭാഗത്ത് ട്രഫ്, ഗർത്തം എന്ന് പറയുന്നു. അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. ഇവിടെ ഓരോ കണികകൾ ഇതാ ഇങ്ങനെ സമാന്തരമായിട്ട് പാരലായിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്ന ഓർത്ത് വയ്ക്കുക. പക്ഷെ ഇവിടെ ഓരോ പാർട്ടിക്കിൾസും മുകളിലേക്കും താഴത്തേക്കുമാണ്. അതുകൊണ്ട് ലംബമായിട്ട്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന ഓർത്തേക്ക്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ നോക്കുക, പാർട്ടിക്കിൾ വൈബ്രേറ്റ് പാരലൽ, അപ്പൊ ഇവിടെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ. ഇനി അടുത്ത കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ ആർ ഫോംഡ്. അതായത് ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും, മർദ്ദം കൂടിയ ഭാഗവും മർദ്ദം കുറഞ്ഞ ഭാഗവും രൂപപ്പെടുന്നു. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ക്രസ്റ്റ് ആൻഡ് ട്രഫ്, അതായത് ശൃംഗവും അതേപോലെ തന്നെ ഗർത്തങ്ങൾ രൂപപ്പെടുന്നു. മിനിമം ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഇത്ര 2 പോയിന്റിൽ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം, ഓർത്തു വയ്ക്കണം. പക്ഷെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പഠിക്കേണ്ട ഒരു ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ആണ്. അപ്പൊ ഈ ഒരു ട്രാൻസ്വേഴ്സ് വേവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കണം. അതായത് V = F ലാംഡ എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം. നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ഏതാണ്? V = F ലാംഡ. V എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് വേവ് ആണ്, തരംഗത്തിന്റെ സ്പീഡാണ് V എന്ന് പറയുന്നത്. ഈ F എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പഠിച്ചു കഴിഞ്ഞു, ആവൃത്തി, ഫ്രീക്വൻസി എന്ന് പറയും. ലാംഡ എന്ന് പറഞ്ഞാൽ തരംഗദൈർഘ്യം, വേവ് ലെങ്ത്. ഇത് മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഈ ഇക്വേഷൻ പഠിച്ചേക്കുക. നമ്മൾ ഇക്വേഷൻ ആണ് V = F ലാംഡ. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഈ ഒരു ഇക്വേഷൻ. ഇതിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് പ്രോബ്ലം വരും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അങ്ങനെയെങ്കിൽ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇതേപോലത്തെ ഒരു ചോദ്യം മക്കളെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം, ഓർത്തിരിക്കുക. അതാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മൂന്നാമത്തെ പാർട്ട് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്തു പഠിക്കണം. ചിത്രം ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനത്തെ ഒരു വേവ് കണ്ടാൽ അത് ഏത് വേവാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. ഇവിടെ ശൃംഗം, ക്രസ്റ്റും ട്രഫും, ശൃംഗവും ഗർത്തും, അതും നമുക്കറിയാം. ഇനി എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ലാംഡ എന്ന് പറഞ്ഞാൽ തരംഗദൈർഘ്യം, ഒരു തരംഗത്തിന് വേണ്ടതായിരിക്കും. അതാണ് വേവ് ലെങ്ത്, ലാംഡ എന്ന് പറയുന്നത്. V എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് വേവ്, തരംഗത്തിന്റെ വേഗമാണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു ചിത്രത്തിന് ബേസ് ചെയ്തിട്ട് എയും ബി എന്നുള്ള 2 ചോദ്യം തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമുക്ക് വായിക്കാൻ ശ്രദ്ധിച്ചോളൂ മക്കളെ. ഇമ്പോർട്ടന്റ് ആണ്. അത്ര ഉള്ളിക്ക് പറയാൻ. നോക്കിയോളൂ, ആദ്യത്തെ ചോദ്യം എന്താണ്? ഗ്രാഫ് നിരീക്ഷിക്കുക. തരംഗം സഞ്ചരിക്കുന്ന എത്ര ദൂരാണ്? 1200 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ 3 സെക്കൻഡ് എടുക്കുന്നു. ഇങ്ങനെ കേൾക്കുമ്പോ തന്നെ എങ്ങനെ മനസ്സിൽ എന്ത് വരുന്നത്? നോക്കിക്കോളൂ, എന്താണ്? ഒബ്സർവ് ദ ഗ്രാഫ്. ആസ് ദ വേവ് ടേക്ക് 3 സെക്കൻഡ് ആൻഡ് ട്രാവൽ 1200 മീറ്റർ. 1200 മീറ്റർ കൊണ്ട് 3 സെക്കൻഡ് കൊണ്ട് 1200 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഡിസ്റ്റൻസും കിട്ടി, ടൈമും കിട്ടി. അങ്ങനെയെങ്കിൽ സ്പീഡ് കണ്ടെത്താം.
ഡിസ്റ്റൻസ് കിട്ടി, ടൈമും കിട്ടി. അപ്പൊ എങ്ങനെ നമുക്ക് സ്പീഡ് കണ്ടെത്താം? അപ്പൊ അതെങ്ങനെയെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അപ്പൊ നോക്കിക്കോളൂ, തരംഗത്തിന്റെ ആയതി, തരംഗദൈർഘ്യം, ആവൃത്തി. ആദ്യത്തെ ചോദ്യം അതാണ്. എന്താണ്? ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ്. നമുക്ക് എന്തൊക്കെ കണ്ടെത്തണം? ആംപ്ലിറ്റ്യൂഡ്, പിന്നെ വേവ് ലെങ്ത്, പിന്നെ ഫ്രീക്വൻസി. ഈ കാര്യങ്ങളാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? തരംഗം ഒരു കമ്പനം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുന്നു? എന്താണ്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്? എന്താണ്? കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. കംപ്ലീറ്റ് വൺ ഓസിലേഷൻ കേൾക്കുമ്പോൾ അതും നമ്മൾ പീരിയഡ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ, പീരിയഡ് അല്ലെ? പീരിയഡ് അതിനെ ക്യാപിറ്റൽ ടി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പൊ നമുക്ക് ഓരോ ചോദ്യം ചെയ്തു നോക്കാം. തരംഗത്തിന്റെ ആയതി, ആംപ്ലിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാൽ മക്കളെ വളരെ ഇമ്പോർട്ടന്റും വളരെ സിമ്പിൾ ആണ്. ഈ ചിത്രം ഞാൻ സൂം ചെയ്തുതരാം. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ഈ ഒരു ഹൈറ്റിനെ നമ്മൾ എന്താ പറയാ? ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന വേവിലേക്ക് നോക്കുക. ഈ ഹൈറ്റ് അതിന് നേരെ ഇവിടെ എത്ര കൊടുത്തിട്ടുണ്ട്? 0.5 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്തോ ഈ ഹൈറ്റ് നമുക്ക് -0.5 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട എത്ര ഉള്ളൂ? ഈ ഒരു രണ്ട് സംഖ്യകളാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ അതിൽ ചില കുട്ടികൾക്ക് സംശയം ഉണ്ടാവും, ഈ ഹൈറ്റിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ്, അല്ലെങ്കിൽ ട്രഫിന്റെ ഗർത്തത്തിന്റെ ആഴം. അപ്പൊ ഇവിടെ പ്ലസ്, ഇവിടെ താഴെ എന്താണ്? മൈനസ് ആണ്, മുകളിൽ പ്ലസ് ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. ആയതിയെ എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അതെന്ന് പറഞ്ഞാൽ 0.5 മീറ്റർ എന്ന് ആൻസർ എഴുതി വെച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലസ് ഓർ മൈനസ് 0.5 മീറ്റർ എന്ന് എഴുതി വെക്കാം. അല്ലാതെ -5 മീറ്റർ, -0.5 മീറ്റർ അല്ലെങ്കിൽ +0.5 മീറ്റർ അങ്ങനെയൊന്നും എഴുതണ്ട. നിങ്ങൾ മിനിമം എത്രയെങ്കിലും എഴുതി വെച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ആൻസർ കിട്ടി. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചാപ്റ്റർ ഉടനീളം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ആംപ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഈക്വലിബ്രിയം പൊസിഷൻ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഗ്രാഫിലേക്ക് നോക്കുമ്പോൾ അത് കണ്ടെത്താൻ പറ്റണം. അതാണ് വേണ്ടത്. അപ്പൊ ഈ ഒരു വരെയാണ് ഈക്വലിബ്രിയം പൊസിഷൻ, തുലനാവസ്ഥ. അപ്പൊ ഈ ഹൈറ്റിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പൊ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ, സാറെ മുകളിൽ പ്ലസ് താഴെ മൈനസ്, അപ്പൊ ഏത് എഴുതുക? അപ്പൊ പ്ലസ് ഓർ മൈനസ് 0.5 മീറ്റർ എന്ന് എഴുതി വെച്ചാലും കുഴപ്പമില്ല. ഇനി നിങ്ങൾ 0.5 മീറ്റർ എന്ന് എഴുതി വെച്ചാലും ആൻസർ സെറ്റാണ്. അപ്പൊ ആദ്യത്തെ ആൻസർ കിട്ടി ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ തരംഗത്തിന്റെ ആയതി, ആംപ്ലിറ്റ്യൂഡ് കണ്ടെത്തി. ഇനി വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ലാംഡയാണ് വരേണ്ടത്. വേവ് ലെങ്ത് എന്ന് കേൾക്കുമ്പോൾ ലഡ് പൊട്ടണം. എന്താണ്? ലാംഡയാണ് മനസ്സിൽ വരേണ്ടത്. ലാംഡ എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട്, വേവ് ലെങ്ത്. ഒരു വേവിന് വേണ്ട ലെങ്ത്, ഒരു വേവിന് വേണ്ട ദൂരം. അപ്പൊ ഈ വേവ് ഇതാ ഇവിടെ നോക്കിക്കോളൂ, ഈ ചിത്രത്തിലേക്ക് നോക്കി. ഇവിടുന്നാണ് വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വേവ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തി, അല്ലാതെ ഇവിടെ എത്തുമ്പോഴാണ് ഒരു വേവ് ആവുന്നത് അല്ല. അപ്പൊ ഒരു വേവ് പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങി ദേ പോയി 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 ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോ അവിടെ എത്ര നമ്പർ? 4. അത് എത്ര മീറ്ററിലാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ ഒരു വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര കിട്ടി? 4 മീറ്റർ. ഒരു വേവ് ലെങ്ത്. അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 4 മീറ്റർ. ആംപ്ലിറ്റ്യൂഡ് നമുക്ക് 0.5 മീറ്റർ. ഇതാ ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ചില കുട്ടികൾക്ക് ഈ ചിത്രം, ഈ ചോദ്യം കാണുമ്പോൾ തന്നെ പടച്ചോനെ ഇതൊക്കെ പഠിക്കാൻ കഴിയൂല, ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കും. ഒരാവശ്യമില്ല, ഒരു പ്രശ്നവുമില്ല. സിമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ? അപ്പൊ ഇങ്ങനത്തെ നിങ്ങൾ ചെയ്ത് പഠിക്കാന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ ഒരു സീരീസിലൂടെ. ഓക്കെ, നമ്മളെ ആപ്പിലെ കുട്ടികളുണ്ടല്ലോ, ഞങ്ങളെ അസ്ത്ര ബാച്ച്, ഞങ്ങളെ ഫാമിലി ഉണ്ട്, അവരിതൊക്കെ സിമ്പിൾ ആയിട്ട് പഠിച്ച് ഫുൾ ചാപ്റ്റർ തീർന്ന് സെറ്റ് ആയിക്കണം. അപ്പൊ നിങ്ങൾക്കും ആ ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. കാരണം സമയം കളയരുത്, സമയം വിലപ്പെട്ടതാണ്. നിങ്ങൾ ചില കുട്ടികളൊക്കെ വിചാരിക്കുക 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ടൈം എക്സാം വരട്ടെ, ഫസ്റ്റ് പരീക്ഷയ്ക്ക് മാർക്ക് കുറവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ട്യൂഷന് പോകും, അല്ലെങ്കിൽ ഓൺലൈൻ ചേരും. അങ്ങനെ വിചാരിക്കുന്ന കുട്ടികൾ അത് മണ്ടത്തരാണ് മക്കളെ. പഠിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം, അതാണ് വേണ്ടത്. പിന്നീട് നമ്മൾ കേൾപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇപ്പൊ തന്നെ സെറ്റ് ആയി കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എടുക്കുക. വേവ് ലെങ്ത് ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തരംഗത്തിന് വേണ്ട ദൂരം. അപ്പൊ ഇവിടുന്ന് തുടങ്ങി ഇതാ ഇവിടെ എത്തി, അപ്പൊ 4 മീറ്റർ. ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തി, അപ്പൊ 4 മീറ്റർ. ഇനി അടുത്ത കാണുന്നതാണ് ഫ്രീക്വൻസിയാണ് കാണേണ്ടത്. എഫ് ആണ് കാണേണ്ടത്. എന്താ കണ്ടത്? എഫ് കണ്ടെത്തണം. ആവൃത്തി കാണണമെങ്കിൽ എഫ് കണ്ടെത്തണം. എഫ് കണ്ടെത്തണമെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ദോലനങ്ങളുടെ എണ്ണത്തെ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഓസിലേഷൻ 1, 2, 3, ഇതിന്റെ ടൈം നമുക്ക് തന്നിട്ടുണ്ടല്ല. 1300, 1200 മീറ്റർ ദൂരം സഞ്ചരിച്ചു എന്നൊക്കെ പറയുന്നത്. ഇത്ര സെക്കൻഡ് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ? ഫ്രീക്വൻസി കാണാൻ. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഇതാണ്. ഫ്രീക്വൻസി കാണാന് നമുക്കറിയാവുന്ന ഇക്വേഷൻ V is equal to F lambda. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീക്വൻസി കണ്ടെത്തണം. അപ്പൊ F equal to V by lambda. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മളോട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ V is equal to F lambda. ഇവിടെ എഫിനെ ഞാൻ ഇവിടെ നിർത്തി. ഈ ലാംഡ ഗുണിക്കണം എന്നുള്ള സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ ഹരിക്കണം എന്നാണ്. ഇപ്പൊ താഴത്തേക്ക് വന്നു.
അതാണ് വി ബൈ ലാംഡ. അപ്പൊ ഞാനത് ഇങ്ങനെ എഴുതി വെച്ചു, ഡയറക്റ്റ് തന്നെ എഴുതി വെച്ചിട്ട് അതിലേക്കും ചിന്തിക്കണ്ട. ഇനി അപ്പൊ വി നമുക്കറിയോ, വി അറിയണം. അപ്പൊ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഡിസ്റ്റൻസ് നമുക്ക് 1200 മീറ്റർ തന്നിട്ടുണ്ട്, ടൈം നമുക്ക് 3 സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇത് എവിടുന്നെങ്കിലും ഞാൻ എടുത്ത് എഴുതിയതാണോ? അല്ല, ചോദ്യത്തിൽ എന്താണ്? ഗ്രാഫ് നിരീക്ഷിക്കൂ. തരംഗം 1200 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ 3 സെക്കൻഡ് എടുത്തു. കണ്ടില്ലേ? ദ ടൈം ടേക്കൺ വേവ് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ. അതല്ല, ഏതായിരുന്നു? ഇവിടെയാണ്. എ വേവ് ടേക്ക് 3 സെക്കൻഡ് ടു ട്രാവൽ 1200 മീറ്റർ. കണ്ടില്ലേ? അതാണ് ഞാൻ ഇത്. അപ്പൊ ഡിസ്റ്റൻസ് 1200 മീറ്ററും ടൈം 3 സെക്കൻഡും. അങ്ങനെയെങ്കിൽ വി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതൊക്കെ ചെറുത്, അതൊന്നും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. 1200 ബൈ ടൈം 3 സെക്കൻഡ്. 3ഉം 12 നമുക്ക് സിമ്പിൾ ആയിട്ട് വെട്ടാം. 12 ഒരു പ്രാവശ്യം, 3 ഒരു പ്രാവശ്യം, 12 4 പ്രാവശ്യം. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 400 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ വി ഈസ് ഈക്വൽ ടു 400 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ലാംഡ നമുക്കറിയാം. ലാംഡ ഈസ് ഈക്വൽ ടു ഇവിടെ എത്ര കിട്ടി? 4 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. ലാംഡ തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എഫ് ഈക്വൽ ടു നമുക്ക് കണ്ടെത്താം. എഫ് ഈക്വൽ ടു നമുക്ക് കണ്ടെത്താം. ഇത്രയും കാര്യം, ഇത്രയും ഡാറ്റ നമ്മളെ കയ്യിലുണ്ട്. ഇനി നമുക്ക് സുഖമായിട്ട് കണ്ടെത്തിക്കൂടാ. എഫ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. ഇക്വേഷൻ ഇതാണ്. എഫ് ഈക്വൽ ടു വി ബൈ ലാംഡ. വി എത്ര? 400 ബൈ ലാംഡ എത്ര? 4. സിമ്പിൾ ആണ്. 4 വെട്ടി ആൻസർ 0 എഴുതിയേക്കരുത്. 4 പ്രാവശ്യം. അപ്പൊ 400 നമുക്ക് എത്ര കിട്ടി? ഇവിടെ 100 എന്ന് കിട്ടി അല്ലേ? അത്രയും ഹെഡ്സ്. ഒന്നുമില്ല, 4 ക്യാൻസൽ ചെയ്തു. അപ്പൊ 4 പ്രാവശ്യം 4 2 0 100 എഴുതി. അപ്പൊ എഫ് നമുക്ക് കിട്ടി. എത്ര കിട്ടിയത്? പിടിച്ചോളൂ. എത്ര കിട്ടി? 100 ഹെഡ്സ് എന്ന് കിട്ടി. അതും കിട്ടി. അപ്പൊ സിമ്പിൾ ആയല്ലോ. ഇതൊക്കെ പഠിച്ചില്ലേ? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കി. ആംപ്ലിറ്റ്യൂഡ് കണ്ടെത്തി, വേവ് ലെങ്ത് കണ്ടെത്തി, ഫ്രീക്വൻസി കണ്ടെത്തുമ്പോൾ നമുക്ക് എഫ് ഈക്വൽ ടു n/t വെച്ച് ചെയ്യണ്ട. എഫ് ഈക്വൽ ടു n/t വെച്ച് ചെയ്യരുത്. കാരണം നമുക്ക് ഇവിടെ എന്താണ്? ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 1200 മീറ്റർ സ്പീഡൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം സെലക്ട് ചെയ്യാൻ കാരണം. ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ടൈമും നമ്പർ ഓഫ് ഓസിലേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എത്ര കിട്ടി? 100 ഹെഡ്സ് കിട്ടി. അങ്ങനെയെങ്കിൽ ബി ചോദ്യം. അപ്പൊ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ബി ക്വസ്റ്റ്യൻ എന്താണ്? തരംഗം ഒരു കമ്പനം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുന്നു? അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കുക. അതിന് നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? ബി ക്വസ്റ്റ്യന് ഒരു പീരിയഡാണ്, ടൈം ഏതാണ്? പീരിയഡ് ടി ആണ് കാണേണ്ടത്. അപ്പൊ ടി ഈസ് ഈക്വൽ ടു നമുക്കറിയാവുന്ന ഇക്വേഷൻ T/n. അത് ഇവിടെ പറ്റൂല. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി അല്ലേ? അതായത് 1/f, അതായത് 1/100. 1/100 തന്നെ 2 സ്ഥാനം മാറ്റി കുത്തിട്ടിട്ട് ആൻസർ ആണ്. ഞാൻ അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. നിങ്ങളെ ഇഷ്ടം പോലെ അങ്ങനെ എഴുതി. അപ്പൊ നമുക്ക് ഇവിടെ പീരിയഡ് കാണാനോ സിമ്പിൾ ആണ്. എന്താണ്? ടി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ഒക്കെ പോയോ? ടി ഈസ് ഈക്വൽ ടു 1/f. 1/f എത്ര? 100. അപ്പൊ 2 സ്ഥാനം മാറ്റി കുത്തിട്ട് 0.01 സെക്കൻഡ്. ഇങ്ങനെ എഴുതി വെച്ചാലും മതി. ഇനിയിപ്പോൾ 1/100 സെക്കൻഡ് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ എഴുതി വെച്ചാലും മതി. അപ്പോൾ എല്ലാത്തിൻ്റെ ആൻസർ കിട്ടിയില്ലേ? ഇതേപോലത്തെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് ചെയ്തുകൂടെ? ഇത് സെറ്റാണല്ലോ. അപ്പം നമ്മൾ ഈ ഒരു സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത് അതന്നെ. ഇതേപോലത്തെ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനത്തെ ഓരോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. ഇപ്പോൾ ഇക്വേഷൻ ഞാൻ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ട് പ്രോബ്ലം 175 ഹെഡ്സ് ആവൃത്തിയുള്ള ശബ്ദ തരംഗത്തിന്റെ തരംഗദൈർഘ്യം 2 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ശബ്ദവേഗം കണക്കാക്കുക. കണ്ടല്ലേ? സൗണ്ട് എന്താണ്? വേവ് വിത്ത് ഫ്രീക്വൻസി 175 ഹെഡ്സ് ആണ്. വേവ് ലെങ്ത് നമുക്ക് 2 മീറ്റർ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് വേവ്. അപ്പോൾ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ലാംഡ കേൾക്കണം. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എഫ് കേൾക്കണം. അങ്ങനെയെങ്കിൽ ശബ്ദവേഗം വി. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ട് ആൻസർ നമ്മളെ താഴെ കമന്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തണം. ആരൊക്കെ ശരിയാക്കിയെന്ന് ഞാൻ നോക്കും.
അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് സെൻഡ് ചെയ്ത് തന്നാൽ മതി. അപ്പോൾ ഇതെന്തായാലും നിർബന്ധമായിട്ടും ഇതേപോലത്തെ ഒരു ഇക്വേഷനും ഈ പ്രോബ്ലങ്ങൾ ഇതൊക്കെ സെറ്റാക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. സൗണ്ട് വേവ് എന്നുള്ള ചാപ്റ്ററിൽ മെക്കാനിക്കൽ വേവ്സ്, ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡ് വേവ്സ് ചിത്രം ഓർത്ത് വയ്ക്കണം, ഇക്വേഷൻ പഠിക്കണം. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം നമ്മൾ പഠിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഒരു ഹോംവർക്കും തന്നു. അപ്പോൾ ഈ ഒരു തേർഡ് സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളെ അസ്ത്ര ബാച്ച് ഫോണായി കിടക്കുന്നത് പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ, സമയം കളയണ്ട. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക, കിടുവായിട്ടിരിക്കുക, പൊളിയായിരിക്കുക, സെറ്റാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. വരുന്ന പരീക്ഷയൊക്കെ നമ്മൾ സെറ്റാക്കും, തൂക്കും നമ്മൾ. അപ്പോൾ എന്താണ്, ഈ ചാപ്റ്റർ നമ്മൾ തൂക്കി എന്നുള്ള മൂന്നാമത്തെ പാർട്ട് ഇവിടെ തീർന്നിരിക്കുന്നു. അടുത്തൊരു പാർട്ട് കൂടി നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കും. ഓക്കേടാ, അപ്പോൾ ദി ബെസ്റ്റ്, അടിപൊളിയായിട്ടിരിക്കുക, പഠിക്കുക, സെറ്റാക്കുക.